when a part of a straight capillary tube placed vertically in a liquid. Liquid rises up to certain height h. ഇപ്പോൾ ക്യാപ്പില്ലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളൊരു കാപ്പിലറി ട്യൂബ് ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തു. അപ്പോൾ ലിക്വിഡ് ഒരു പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയലിനകത്ത് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബിനകത്ത് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ലിക്വിഡിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലെസ് ദാൻ 90 ആയതുകൊണ്ട് അത് വെസലിനെ വെറ്റ് ചെയ്യുമെന്നും ദോസ് ലിക്വിഡ് വിച്ച് വെറ്റ് ദി വാൾസ് ഓഫ് കണ്ടെയ്നിങ് വെസൽ ക്യാൻ റൈസ് എന്നാണ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് റൈസ് ചെയ്യുന്നു. ഇനി ദി ഇന്നർ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആൻഡ് സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഡിക്രീസസ് ബൈ 1% ഈച്ച്. അപ്പോൾ റേഡിയസും ഡെൻസിറ്റി ഓഫ് ലിക്വിഡും സർഫസ് ടെൻഷനും നമ്മൾ 1% വീതം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ട്യൂബ് വിൽ ചേഞ്ച് ബൈ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ഹൈറ്റിന് ഉണ്ടാവുകയാണ്. നമുക്ക് ക്യാപ്പില്ലാരിറ്റിയുടെ അല്ലെ കാപ്പിലറി റൈസ് കാപ്പിലറി ഡിപ്രഷൻ ഇക്വേഷൻ അറിയാം. 2s cos theta divided by r rho g. ഇവിടെ എസ് സർഫസ് ടെൻഷൻ ആണ്, കോസ് തീറ്റ തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്, ആർ ട്യൂബിൻ്റെ റേഡിയസ് ആണ്, റോ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ആണ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ ഹൈറ്റ് പ്രൊപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ. നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് സർഫസ് ടെൻഷൻ, റേഡിയസ് ആൻഡ് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റ് ആൻഡ് ഡയമെൻഷനിലെ റൂള് ഉപയോഗിക്കുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഹൈറ്റ് ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഡെൽറ്റ, ഞാൻ എസ് സർഫസ് ടി എന്ന് ലെറ്റർ എടുക്കാറുണ്ട്, അതോട്ട് മേ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100. ശരിയല്ലേ? ഇനി ശ്രദ്ധിക്കാം, നമ്മൾ എല്ലാം 1% ഡിക്രീസ് ചെയ്തതാണ്. ഇന്നർ റേഡിയസ്, ഡെൻസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. നോക്കിയേ, സർഫസ് ടെൻഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യാപ്പില്ലാരിറ്റി ആണ്. 1% നമ്മൾ സർഫസ് ടെൻഷൻ കുറച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് അത്രയും പെർസെൻറ്റേജ് കുറയണം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ ഇത് ആരാണ്, -1% ആണ്. പ്ലസ് നെക്സ്റ്റ് റേഡിയസ് 1% നമ്മൾ കുറച്ചു. സ്വാഭാവികമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ചെയ്യേണ്ട, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും 1%. ആൾസോ ഡെൻസിറ്റി നമ്മൾ 1% കുറച്ചു. ഡെൻസിറ്റി 1% കുറച്ചാൽ ഹൈറ്റും കറസ്പോണ്ടിങ് ആയിട്ട് കൂടണം. അപ്പോൾ +1%. അപ്പോൾ നമുക്ക് -1ഉം +1ഉം 0 ആയി. എത്രയുണ്ടാവുക, +1%.